السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫിഖ് പഠന ക്ലാസ്സിൽ തസ്ഹീലുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ഷെയ്ഖ് ജിബ്രീൽ റഹിമഹുള്ളയുടെ ഗ്രന്ഥമടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സിൽ കിതാബുസ്സലാ നിസ്കാരം എന്ന അധ്യായമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 8ാമത്തെ അധ്യായം അൽ ഫസ്ലു സാമിൻ തഖീറു സ്വലാത്തി അൻ വഖ്തിഹ, നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിപ്പിക്കൽ എന്ന ബാബിലെ 1261 മസ്അല നമ്മൾ വായിച്ചു. ഇനി 1262 മസ്അലയാണ് അതിൽ വായിക്കാനുള്ളത്. അതിൽ പറഞ്ഞു, ഫർളായ നിസ്കാരം ഒരിക്കലും സമയത്തെ തൊട്ട് അപ്പുറത്തേക്ക് പിന്തിപ്പിക്കൽ അനുവദനീയമല്ല എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഉറക്കം, മറവി പോലുള്ള ഇളവ് നൽകപ്പെട്ടതല്ല, അതല്ലാത്ത കാര്യങ്ങളിൽ ഒരു നിലക്കും സമയത്തിനപ്പുറത്തേക്ക് നിസ്കാരം പിന്തിപ്പിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഓരോ നിസ്കാരവും അതിന് സമയം കഴിയുന്നതിന് മുമ്പായി നിർവഹിക്കൽ നിർബന്ധമാണ്. ആ നിസ്കാരം നിർവഹിക്കാൻ എത്ര സമയം വേണമോ അത്ര സമയം മുമ്പെങ്കിലും ആ നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് തുടർച്ചയാണ് അടുത്ത മസ്അലയും. വലിഹാദാ യജിബു അലൽ ഖായിഫി വൽ മരീദി വൽ മുസാഫിർ. വലിഹാദാ അതിനാൽ, യജിബു നിർബന്ധമാണ്, അലൽ ഖായിഫി ഭയപ്പാടുള്ളവന്, വൽ മരീദി രോഗിക്കും, വൽ മുസാഫിരി യാത്രക്കാരനുമെല്ലാം, വമൻ കാന മുസ്തഗിലൻ ബിശുഗ്ലിൻ ഏതെങ്കിലും ജോലിയിൽ വ്യാപൃതമായവർക്കും, ഔ സ്വനാഅത്തിൻ എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തികളിൽ വ്യാപൃതമായവർക്കുമൊക്കെ നിർബന്ധമാണ് അദാഉസ്സലാ നിസ്കാരം നിർവഹിക്കൽ, ഫി വഖ്തിഹാ അതിൻ്റെ സമയത്തു തന്നെ, ബിഹസബി ഹാലിഹി അവൻ്റെ അവസ്ഥക്കനുസൃതമായി കൊണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സാഹചര്യമായിരിക്കും. രോഗി, എല്ലാ രോഗിയും ഒരുപോലെയല്ല, എല്ലാ മുസാഫിറും ഒരുപോലെയല്ല. ഭയപ്പാടുള്ളവൻ, അത് എല്ലാം ഒരേ സാഹചര്യമാവില്ല. യുദ്ധമുഖത്ത് ഏറ്റുമുട്ടുന്ന പട്ടാളക്കാർ മുതൽ ഇങ്ങോട്ട് വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അവിടെയൊക്കെ നിസ്കാരം നിർവഹിക്കൽ അനിവാര്യമാണ്. അതിന് സമയത്തു തന്നെ ബിഹസബി ഹാലിഹി അവൻ്റെ അവസ്ഥക്കനുസൃതമായി. എങ്ങനെയാണോ കഴിയുക അങ്ങനെ നിൽക്കാൻ പറ്റുമോ നിൽക്കുക, ഇല്ലെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഓടിക്കൊണ്ടാവാം, നടന്നുകൊണ്ടാവാം, കിബില നോക്കിക്കൊണ്ടാവാം, കിബില പരിഗണിക്കാതെയാവാം, ഒളു ഇല്ലാതെയാവാം, തൈമുമില്ലാതെയാവാം. ഓരോ സന്ദർഭത്തിലും അവൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥക്കനുസരിച്ച് അവൻ നിർവഹിക്കൽ അനിവാര്യമാണ്. ഫയഅതി മിൻ ശുറൂതിഹാ വ അർക്കാനിഹാ വ വാജിബാതിഹാ ബിമാ യസ്തതിഉ അവൻ അതിൻ്റെ ഷർത്തുകൾ, റുക്നുകൾ, വാജിബാത്തുകൾ എല്ലാം അവൻ നിർവഹിക്കണം, കൊണ്ടുവരണം. ബിമാ യസ്തതിഉ അവിടെ സാധിക്കുന്നത് എത്രയാണോ അങ്ങനെ നിർവഹിക്കണം. വയസ്ഖുതു അൻഹു മാ ലാ യസ്തതിഉ മിൻഹാ സാധിക്കാത്തത് അവന് ഒഴിവായി കിട്ടുകയും
ചെയ്യും. അപ്പം നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഇരുന്ന് നിസ്കരിക്കാം. അപ്പം നിൽക്കുക എന്ന റുക്കിന് അവനില്ല. നിൽക്കുക എന്ന ഫർളാണല്ലോ, ആ ഫർള് അപ്പോൾ അവനില്ല, ഒഴിവായി. കിബിലക്ക് മുന്നിലുള്ള ഷർത്താണ്. എന്നാൽ ആ കിബില നോക്കാൻ പറ്റിയ സാഹചര്യമേ അല്ല. ശത്രുവുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ നിലക്കുള്ള ഭയാനകമായ ഒരു അവസ്ഥയിലാണ്. അവിടെ കിബില നോക്കാനൊന്നും കഴിയില്ല എങ്കിൽ ആ ഷർത്തവന് ഒഴിവായി കിട്ടും. അതവൻ നോക്കേണ്ടില്ല, അവനപ്പം ഷർത്തില്ല. അങ്ങനെ അവന് കഴിയുന്നതെല്ലാം ചെയ്യുക, കഴിയാത്തവന് ഒഴിവായി കിട്ടുകയും ചെയ്യും. വഹാദ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇത് മൊത്തത്തിൽ ഇജ്മാ ഉള്ള കാര്യമാകുന്നു. വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാവാം. ഇതിൽ ഓരോന്നിലും ഒരുപാട് മസലകൾ വരും. ആ എല്ലാത്തിനും ഇജ്മാ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. മൊത്തത്തിൽ ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിലെ ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉണ്ട്. എന്നാൽ ഓരോരുത്തരെയും സന്ദർഭം സാഹചര്യം അനുസരിച്ച് കിട്ടുന്ന ഇളവെത്രയാണ്, അതിനുള്ള പ്രായശ്ചിത്തം എന്താണ്, അതിലൊക്കെ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് വഹാദ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, മൊത്തത്തിൽ ഈ കാര്യത്തിൽ ഉലമാഇനിടയിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. ലിഖൗലിഹി തആല, തെളിവെന്താണ്? അങ്ങനെ ഇളവുണ്ട് എന്ന് പറയാൻ തെളിവെന്ത്? കാരണം ഇതൊക്കെ റുക്കിനാണ്, ഷർത്ത് എന്നൊക്കെ പറഞ്ഞതല്ലേ. ഇനി അവന് പാലിക്കേണ്ടതില്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ആ തെളിവ് അല്ലാഹു തആലയുടെ വാക്കാണ്, ഫത്തഖുല്ലാഹ മസ്തതഅ്തും. ഫത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ, മസ്തതഅ്തും, കഴിയുന്നത്ര, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ ഏത് വിഷയത്തിലേക്കും ഈ ആയത്ത് ബാധകമാണ്. ഏത് രംഗത്തും ഒരാൾക്ക് എത്രയാണോ കഴിയുക, എന്താണോ ചെയ്യാൻ കഴിയുക അതവൻ ചെയ്യുക. കഴിയാത്തത് അവനൊരിക്കലും അല്ലാഹു തആല നിർബന്ധിക്കുകയില്ല. ഒരു ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുമാണ് തെളിവ്. അതെന്താ? ഇദാ അമർത്തുക്കും ബിശൈഇൻ ഫഅ്തു മിൻഹു മസ്തതഅ്തും. നബി തങ്ങൾ പറഞ്ഞു, ദീർഘമായ ഹദീസാണ്, അതിൽ കാണാം, ഇദാ അമർത്തുക്കും ബിശൈഇൻ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ, ഫഅ്തു മിൻഹു, നിങ്ങളതിനെ പ്രാവർത്തികമാക്കുക, മസ്തതഅ്തും, കഴിയുന്നത്ര നിങ്ങളത് പ്രാവർത്തികമാക്കുക. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണത്. അപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വന്നു, ഞാൻ നിങ്ങളൊരു കാര്യം വിലക്കിയാൽ നിങ്ങളത് ഒഴിവാക്കുക, ഞാനൊരു കാര്യം കൽപ്പിച്ചാൽ കഴിയുന്നത്ര നിങ്ങളത് പ്രാവർത്തികമാക്കുക. വിലക്കിയാൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞു, അവിടെ കഴിയുന്നത്ര എന്ന് പറഞ്ഞില്ല. ഒരു കാര്യം പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് ഒഴിവാക്കുക, അവിടെ കഴിവിനത്ര എന്ന് പറഞ്ഞിട്ടില്ല. ഒഴിവാക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ, ഒഴിവാക്കാൻ പിന്നെ കഴിയാത്ത അവസ്ഥ ഇല്ല. എന്നാൽ ചെയ്യാൻ പറഞ്ഞപ്പോഴോ, എത്രയാണോ ചെയ്യാൻ കഴിയുക ആ കഴിവനുസരിച്ച് നിങ്ങൾ പ്രാവർത്തികമാക്കുക എന്നാണ് ആ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. അപ്പം ഈ ഹദീസും ഈ ആയത്തുമാണ് ഇതിന് തെളിവ്. ഏതിന്? ഇത്തരം ഘട്ടങ്ങളിൽ ഷർത്തും ഫർളും വാജിബാത്തും ഒക്കെ ഓരോരുത്തരും അവസ്ഥക്കനുസരിച്ച് ചെയ്താൽ മതി, കഴിയാത്തത് ഒഴിവായി കിട്ടും, കഴിയുന്ന പ്രാവർത്തികമാക്കുകയും വേണം എന്ന് പറയാൻ ഈ ആയത്തും ഈ ഹദീസും തെളിവാകുന്നു. ഇനി വയുസ്തസ്നാ മിൻ ഹാദാ, ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അപ്പം ഇതിലും കഴിയാത്ത ആളുകൾ ഉണ്ടാകാമല്ലോ. അവനവസ്ഥക്കനുസരിച്ചെന്ന് പറഞ്ഞു, ആ അവസ്ഥക്ക് പ്രകാരം നിലക്കും നിസ്കരിക്കാൻ പറ്റാത്ത ഒരു ഘട്ടമാണ്. അത്തരം സാഹചര്യങ്ങൾക്ക് വന്നാലോ, ഉറക്കമോ മയക്കമോ അല്ല, അതല്ലാതെ തന്നെ അയാളൊരു സന്നിഗ്ധ ഘട്ടത്തിൽ വല്ലാത്തൊരു ദൗത്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അയാൾക്ക് കൽബ് കൊണ്ടുപോലും നിസ്കരിക്കാൻ പറ്റിയ സാഹചര്യം അല്ല. അത്തരം ഘട്ടങ്ങൾ വന്നാൽ വല്ല ഇളവുകളുമുണ്ടോ? അതിൽ ചില ഇളവുകളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നുണ്ട്. ഒരു നിലക്കും മനുഷ്യന് നിസ്കരിക്കാനോ നിസ്കാരത്തെ പറ്റി ചിന്തിക്കാനോ ഒന്നും പറ്റാത്ത വളരെ ഒരു എമർജൻസി കേസ്, അത്രയും ഒരു അടിയന്തര ഘട്ടം, അത്തരം ഘട്ടത്തിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് സമയത്തിനപ്പുറത്തേക്ക് നീട്ടാൻ വല്ല വകുപ്പുമുണ്ടോ? അതല്ല, അതിനിടയിലും അയാൾ നിർവഹിക്കുകയാണോ വേണ്ടത്? അതിൽ ചില ഇളവുകൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ രചയിതാവും പറഞ്ഞത്, വയുസ്തസ്നാ മിൻ ഹാദാ, ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഹാലു ശിദ്ദത്തിൽ ഖിതാൽ, അതികഠിനമായ യുദ്ധത്തിൻ്റെ അവസ്ഥ. ഒരു നിലക്കും നിസ്കരിക്കാൻ പറ്റാവുന്ന സാഹചര്യമേ അല്ല. ഇപ്പോൾ നമ്മൾ ഫലസ്തീനൊക്കെ കാണുന്നു, അങ്ങനെ ബോംബുകൾ വന്ന് വർഷിച്ചു കൊണ്ടിരിക്കുന്ന അതിനിടയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത വല്ലാത്തൊരു ദയനീയമായ ഒരു രംഗം. അത്തരം രംഗങ്ങളിലൊക്കെ ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും ചെറിയൊരു ആശ്വാസം, ഒന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്, നാളെ എത്തിയിട്ട് നിസ്കരിക്കാം, അപ്പോഴേക്കൊരു പക്ഷേ നിസ്കാര സമയത്ത് കഴിഞ്ഞു പോയി എങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് ഇവിടെ അത്തരം ഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഇളവുകൾ
നൽകപ്പെടും. വയുസ്തസ്നാ മിൻ ഹാദാ, ഇതിൽ നിന്ന് ഒഴിവ് നൽകപ്പെടും. ഹാലു ശിദ്ദത്തിൽ ഖിതാൽ, അതികഠിനമായ യുദ്ധത്തിൻ്റെ അവസ്ഥ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. കഹാദിൽ മുസായഫത്തി, പരസ്പരം വാളെടുത്ത് നേർക്കുനേരെ ഏറ്റുമുട്ടുന്നത് പോലെയുള്ള ഘട്ടങ്ങൾ. കഹാദിൽ മുസായഫ, സൈഫ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിനെയാണ് മുസായഫ എന്ന് പറയുക. ആ പരസ്പരം വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്കുനേരെ നിന്ന് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവനോട് ഞാൻ നിസ്കരിച്ച് വരാം എന്ന് പറയാൻ പറ്റൂല. ഒരുവിധം യുദ്ധകാലത്ത് നിസ്കരിക്കാൻ പറഞ്ഞു, ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റും, അങ്ങനെ പറഞ്ഞു. അതും കഴിയില്ലെങ്കിൽ ഫരിജാൻ ഔ റുക്ബാന, നടന്നുകൊണ്ടോ വാഹനപ്പുറത്തോ നിസ്കരിക്കാമെന്നൊക്കെ പറഞ്ഞു. യുദ്ധക്കളത്തിൽ വ്യത്യസ്തമായ നിസ്കാരം അല്ലാഹു ഖുർആൻ ആയത്തിറക്കി പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധക്കളം എപ്പോഴും ഒരേപോലെ ആവില്ല. ചിലപ്പോൾ ശാന്തമായ യുദ്ധമുണ്ടാകും, ദ്വന്ദ്വയുദ്ധങ്ങളാണ്. ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി, ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങി, രണ്ടാൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, ബാക്കി എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അന്നൊക്കെ പഴയ കാലത്തുള്ള യുദ്ധം അങ്ങനെയാണ് ആരംഭിക്കുക. ബദറും മുഹദും ഒക്കെ ആരംഭിച്ച് അങ്ങനെയാണ്. രണ്ട് സംഘവും വന്ന് രണ്ട് ഭാഗത്ത് അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ അവർ ക്യാമ്പ് ചെയ്യും. ക്യാമ്പ് ചെയ്തിട്ട് പിന്നെ പോർവിളികൾ നടത്തും. ഏറ്റുമുട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളികൾ ഉണ്ടാകും. ആ പോർവിളികളിൽ ഒരാൾ ഇവിടുന്ന് ഇറങ്ങും, അപ്പോൾ അതിന് അവിടുന്ന് ഒരാളും ഇറങ്ങും. അവർ തമ്മിൽ ആദ്യം യുദ്ധം ചെയ്യുക, അതാ ദ്വന്ദ്വയുദ്ധം എന്നറിയാം. അപ്പോൾ മറ്റുള്ളവരൊന്നും യുദ്ധം ചെയ്യൂല, ഈ രണ്ടാൾ മാത്രം തമ്മിൽ ഏറ്റുമുട്ടും. അതിലാരാണോ ജയിക്കുന്നത്, ആ ജയിച്ച ആൾ വീണ്ടും അടുത്ത ആളെ വിളിക്കും. ഇനി ആരാണുള്ളത്, ധൈര്യം ഉണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ വിളിക്കും. അപ്പോൾ അടുത്ത ആളെ ഇറങ്ങും. അങ്ങനെയാണ് യുദ്ധങ്ങൾ മൂർച്ഛിക്കുക. പിന്നെ അത് രണ്ടാളാവും, പിന്നെ നാലാളാവും, പിന്നെ എട്ടാളാവും. അങ്ങനെ കൂട്ട് പിന്നെ അത് ഒന്നിച്ചുള്ള യുദ്ധങ്ങളായി മാറാറാണ് പതിവ്. അതാണ് ബദറൊക്കെ പറഞ്ഞില്ലേ, ഒമ്പുറ്റ ഹംസാർ അലി അല്ലാ ചാടി എന്നിട്ട് പാട്ട് പറഞ്ഞല്ലോ പടപ്പാട്ടിലൊക്കെ. അങ്ങനെ ഹംസാറിന് ചാടിയിട്ട് അവിടെ യുദ്ധം ചെയ്യണമൊക്കെ പറയുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ ഉണ്ടാകും, അവിടെ നിസ്കരിക്കണം. ഞാൻ അതേപോലെ യുദ്ധം തുടങ്ങി, പക്ഷേ രൂക്ഷമായ ഏറ്റുമുട്ടലല്ല എങ്കിലും അവിടെ നിസ്കാരത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. സ്വഫ് കെട്ടാൻ പറ്റും, ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റും. എങ്കിൽ ആ യുദ്ധക്കളത്തിൽ ജമാഅത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. യുദ്ധക്കളത്തിൽ ജമാഅത്ത് നിസ്കരിക്കണം. സൈനിക നേതാവ് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഇമാമ് മൊത്തം സൈന്യങ്ങളെ രണ്ടാക്കി തിരിക്കണം. ഒരു വിഭാഗത്തേക്ക് കൊണ്ട് നിസ്കാരം ആരംഭിക്കണം, മറുവിഭാഗം കാവലിനായി നിൽക്കണം. എല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കാൻ നിന്നാൽ തക്ബീർ കെട്ടിക്കഴിയുമ്പോൾ ഒരു പക്ഷെ മറ്റൊരു വന്നിട്ട് ഒന്നാകെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സംഘം നിസ്കരിക്കുന്നു, മറുസംഘം അവിടെ കാവൽക്കാരായി നിൽക്കുന്നു. അവിടെ 2 റക്അത്ത് നിസ്കാരം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതിൽ ഇമാമ് ഒരു സംഘത്തെയും കൂട്ടി നിസ്കാരം ആരംഭിക്കും. അങ്ങനെ നിസ്കാരം ആരംഭിച്ച് ഒരു റക്അത്ത് പൂർത്തിയാകുമ്പോൾ, 1ാമത്തെ റക്അത്ത് കഴിയുമ്പോൾ ആ മഅ്മൂമീങ്ങൾ അവർ ഇമാമിനെ ഒഴിവായിക്കൊണ്ട് 2ാമത്തെ റക്അത്ത് നിസ്കരിക്കുന്നു. ഇമാമിനൊപ്പമല്ലാതെ 2ാമത്തെ നിസ്കരിക്കുന്നു. എന്നിട്ട് അവർ സലാം വീട്ടി അവർ പിരിഞ്ഞു പോകുന്നു. ഇമാം 2ാമത്തെ റക്അത്തിൽ അവിടെ ദീർഘിപ്പിക്കുന്നു. അപ്പോൾ ഇവർ സലാം വീട്ടി പോയതിനു ശേഷം അതുവരെ കാവൽ നിന്ന സംഘം നിസ്കരിക്കാൻ വരുന്നു. അപ്പോൾ ഈ നിസ്കരിച്ചവർ അവിടെ പോയി കാവൽ നിൽക്കുന്നു. അങ്ങനെ നിസ്കരിക്കാത്ത സംഘം വരികയും ഇമാമിൻ്റെ കൂടെ 2ാമത്തെ റക്അത്തിൽ അവർ ജമാഅത്തായി കൂടുന്നു. എന്നാൽ അവരെയും കൂട്ടി ഇമാം ഒരു റക്അത്ത് നിസ്കരിക്കുന്നു. ആ സുജൂദ് കഴിയുമ്പോൾ ഇമാമിന് 2 റക്അത്തായി, മഅ്മൂമിക്ക് 1 റക്അത്തുമായി. ആ 2ാം റക്അത്ത് കഴിയുമ്പോൾ ഇമാം അത്തഹിയാത്തിലിരിക്കും, മഅ്മൂമിങ്ങൾ അത്തഹിയാത്തിലിരിക്കാതെ എഴുന്നേൽക്കുന്നു. എന്നാൽ അവർ 2ാമത്തെ റക്അത്ത് നിസ്കരിക്കുന്നു. ഇമാം അത്തഹിയാത്ത് ദീർഘിപ്പിക്കുന്നു. മഅ്മൂമിങ്ങൾ 2ാമത്തെ റക്അത്ത് നിസ്കരിച്ച് റുകൂഉം സുജൂദും കഴിഞ്ഞ് അത്തഹിയാത്തിൽ വന്ന് ഇമാമിൻ്റെ കൂടെ ചേരുന്നു. എന്നിട്ട് ഇമാം അവരെയും കൂട്ടി സലാം വീട്ടുന്നു. അപ്പോൾ ഇമാമിന് 2 റക്അത്ത്, മഅ്മൂമിക്ക് 2 റക്അത്ത്, 2 ബാച്ചിനും ഓരോ റക്അത്ത് ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് പോലും ജമാഅത്തായി നിസ്കരിക്കണമെന്നാണ് അവിടെ പഠിപ്പിച്ചത്. അവിടെ മഅ്മൂമീങ്ങൾ പറഞ്ഞ ശത്രു ഖിബലയുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു രൂപത്തിൽ, ശത്രു ഖിബലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എന്നൊക്കെ ഹദീസിലും ആയത്തിലും ഒക്കെ കാണാൻ കഴിയും. അവിടെ വലിയ ഹിദ്റഹും വഅസ്ലിഹതഹും, ആയുധമേന്തണം അവർ, അതേപോലെ ജാഗ്രത പാലിക്കണം അവർ എന്ന് ഖുർആൻ പറഞ്ഞു. നിസ്കാരത്തിലും വാള് താഴെ വെക്കരുത്, വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. കാരണം ശത്രുവിന് തോന്നണം ഇവൻ നിസ്കാരത്തിലാണെങ്കിൽ പോലും ഈ സമയത്ത് അഥവാ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ആ നിസ്കാരത്തിലാണെങ്കിൽ അവൻ വെട്ടാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് തോന്നലുണ്ടാകണം. ആ നിനക്ക് ജാഗ്രത പാലിച്ചുകൊണ്ട് ആയുധമേന്തിക്കൊണ്ട് വേണം നിസ്കരിക്കാൻ എന്ന് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കി പഠിപ്പിക്കുന്നു. ഏതായാലും ഇനി അതിനൊന്നും പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ അവിടെ ഫരിജാലൻ ഔ റുക്ബാന
എന്ന് പറഞ്ഞു. അവിടെ സംഘമാക്കാനും ജമാഅത്ത് നിസ്കരിക്കാനൊന്നും പറ്റൂല. എങ്കിൽ ഓരോരുത്തർക്കും ആ യുദ്ധക്കളത്തിൽ എങ്ങനെയാണോ നിസ്കരിക്കാൻ പറ്റുക അങ്ങനെ നിസ്കരിച്ചോട്ടെ. ആ നടക്കുന്നതിനിടയിൽ ഒന്ന് നിസ്കരിക്കാം, ഓടുന്നതിനിടയിൽ നിസ്കരിക്കാം, വാളെടുത്ത് കുതിരപ്പുറത്ത് കയറി യുദ്ധക്കളത്തിൽ ഒന്നാകെ ഇങ്ങനെ നടന്നവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ആ വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. ഖിബ്ല നോക്കേണ്ടതില്ല, ഉളു നോക്കേണ്ടതില്ല, തൈമ നോക്കേണ്ടതില്ല, മറ്റൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിനും കഴിയാത്ത അതിശക്തമായ യുദ്ധമാണ്. ഒരു നിമിഷം പോലും മനസ്സിൻ്റെ ശ്രദ്ധ തെറ്റാൻ പറ്റുക ഇല്ല. അത്രയും ജാഗ്രത പാലിച്ചുകൊണ്ട് നേരെ കഠിനമായി ഏറ്റുമുട്ടുന്ന യുദ്ധക്കളമാണെങ്കിൽ അവിടെ ഒരു പക്ഷം നിസ്കരിക്കാൻ നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതാണ് ഹാദുൽ മുസായഫ എന്ന് പറഞ്ഞത്. അത്തരം ഘട്ടങ്ങളിൽ അവർക്കതിന് ഇളവ് നൽകപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിസ്കാരത്തിൻ്റെ ഗൗരവമാണ് ഇതൊക്കെ അറിയിക്കുന്നത്. അവിടേക്കൊരു ഖളാ ആക്കാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അവിടേക്ക് തന്നെ പറയാം, തൽക്കാലം ഈ യുദ്ധം കഴിഞ്ഞിട്ട് സ്വസ്ഥമായി പരി പോയ ശേഷം ഒന്നാം നിസ്കരിച്ചാൽ മതി എന്ന് പറയുമല്ലോ. അത് പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ പോലും നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വഹാലി ഇസ്തിഗാലിൽ ജുനൂദി الذين يقودون المدرعات والدبابات بإطلاق القذائف وصد هجمات العدو وانشغال الطيارين والمهندسين ونحوهم بإطلاق الصواريخ ومطارات الآليات وطائرات العدو ونحو ذلك. അതേപോലെ ജുനൂദ് സൈന്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർ ഈ സൈനിക ടാങ്കറുകൾ, അതേപോലെ യുദ്ധത്തിൻ്റെ വ്യത്യസ്തമായ ഉപകരണങ്ങൾ, അതൊക്കെ കൈകാര്യം ചെയ്യുന്ന സൈന്യങ്ങൾ അവർ പക്ഷേ അതിനിടയ്ക്ക് നിസ്കരിക്കാൻ പോയാൽ ഈ ശ്രദ്ധ മുഴുവൻ തെറ്റും. ഇന്നത്തെ ആധുനിക കാലത്ത്, അന്നിപ്പോൾ വാളുകൊണ്ടാണല്ലോ, ഇന്നത്തെ കാലത്ത് ഈ നിലയ്ക്ക് ബോംബിങ്ങുകൾ, അതേപോലെ റോക്കറ്റുകൾ, വ്യത്യസ്തമായ മിസൈലുകൾ, ഇതൊക്കെ ഇടാൻ ഏൽപ്പിക്കപ്പെട്ട സൈന്യങ്ങളുണ്ടാവും. അവർ പക്ഷേ ശത്രുവിൻ്റെ ആക്രമണം വരുമ്പോൾ അവരെപ്പോഴാണോ അവിടുന്ന് ബോംബാക്രമണം നടത്തുക അപ്പം പ്രതിരോധിക്കേണ്ടി വരും. അതേപോലെ അവിടുന്ന് വരുന്ന നീക്കം സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ആ നീക്കത്തിനനുസരിച്ച് അവരിവിടെ ഈ സംവിധാനം ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മൊത്തം തകർന്നു പോകാൻ നിമിത്തമായേക്കും. അത്തരം സൈന്യങ്ങളൊക്കെ അതാണ് ഈ പറഞ്ഞതൊക്കെ. ദബ്ബാബാത്ത്, അത് ബിത്ലാഖ് ഖദായിഫ്, ഈ പിന്നെ ബോംബ് വർഷങ്ങൾ, അതേപോലെ ശത്രുവിൻ്റെ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന ആളുകൾ, വൻഷികാൽ തൊയ്യാരീന, ഈ പൈലറ്റുമാർ, വൽ മുഹന്ദിസീന, അതിൻ്റെ സൂത്രധാരന്മാർ, എഞ്ചിനീയർമാർ, ഇവരൊക്കെ ബിത്ലാഖ് സ്വവാരീഖി മുത്താത്തി ആലിയാത്തി അതുവി, ശത്രുവിൻ്റെ വിമാനങ്ങളെ, ശത്രുവിൻ്റെ യന്ത്രങ്ങളെ, അതിനെ പ്രതിരോധിക്കുന്ന ആളുകൾ, അതേപോലെ സോറൂഖ്, ഈ മിസൈലുകൾ, അത് വർഷിക്കുന്ന ആളുകൾ, ഇത്തരം ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട സൈന്യങ്ങളെപ്പോലുള്ളവർ, അവർക്കും ഇതിൽ ചിലപ്പോൾ ചില നീക്കുപോക്കുകളൊക്കെ നൽകപ്പെടാം. എല്ലാ സമയത്തും പറ്റുന്നല്ല. ആ ജോലി ആയവനൊന്നും പിന്നെ സമയം നോക്കണ്ട എന്ന അർത്ഥമില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നിടത്ത് ഒരു പക്ഷെ അയാൾ അതീവ ജാഗ്രതയിൽ ഓരോ നിമിഷവും ഉറക്കമൊഴിച്ച് കാത്തിരിക്കാവും. അവിടെ ഒരു പക്ഷെ കൽബ് കൊണ്ട് പോലും അങ്ങനെ നിസ്കാരത്തേക്ക് തിരിയാൻ പറ്റണമെന്നില്ല. അത് വലിയ നഷ്ടം ഇസ്ലാമിക സൈന്യത്തിന് ഉണ്ടാക്കും. അത്തരം ഘട്ടങ്ങളിലൊക്കെ അവർക്ക് ചില ഇളവുകൾ നൽകപ്പെടും. അപകടകരമായ ഡേഞ്ചറായ ഒരു കാര്യം നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകളെയും പോലെ. ഉദാഹരണം, അപകടകരമായ തീപിടുത്തമുണ്ടായി, അത് തീ കെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട സൈന്യം. വലിയൊരു കെട്ടിട സമുച്ചയം കത്തി, ഫയർഫോഴ്സ് വന്നിട്ട് ഓല അവിടെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ചെയ്യണം. അപ്പോൾ നോക്കുമ്പോൾ ഒരു 2:30-3 മണിക്കാണ് തീപിടുത്തം ഉണ്ടായത്. നിസ്കരിച്ചിട്ടില്ല. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്ക് ഇതിന് നാശം വർദ്ധിക്കും. നിസ്കരിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതെല്ലാം കഴിയും. എന്നാൽ അതിന് ഇടയ്ക്ക് നിസ്കരിക്കാൻ നിന്നാലോ അത് പറ്റുകയുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഡേഞ്ചറായ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അത്തരം ഘട്ടത്തിലുള്ളതും അതും ഇതിനൊക്കെ ഒഴിവാണ്. വനഹ്വിദാലിക, സമാനമായ കാര്യങ്ങളും. അപ്പം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഇളവുണ്ട്. മിനൽ ഹാലാത്തി, അവസ്ഥകൾ, അല്ലത്തി ലാ യസ്തതിഉ ഫീഹൽ മുസ്ലിമു അസ്സലാ, ഒരു മുസ്ലിമിന് നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, കൽബ് കൊണ്ടുപോലും നിസ്കരിക്കാൻ കഴിയാത്ത ഇത്തരം വളരെ അസന്നിഗ്ധമായ ഘട്ടങ്ങൾ, ആ ഘട്ടത്തിലൊക്കെ അവർക്കവിടെ ഒഴിവ് നൽകപ്പെടും. അപ്പോൾ അവർക്ക് എപ്പോഴാണോ അതാണ് കഴിഞ്ഞ തൊട്ടടുത്ത സമയം എപ്പോഴാണ് നിസ്കരിക്കാൻ പറ്റുക, ആ സമയത്ത് അവർ നിസ്കരിച്ചാലും മതി എന്ന് ഫത്വ നൽകിയവരുണ്ട്.
ഫഇന്നഹു യജൂസു ലഹു, അവിടെ അവന് അനുവദനീയമാണ് അൻ യുഅഖിറ സ്വലാ, നിസ്കാരം പിന്തിപ്പിക്കൽ, ഇലാ അൻ യസ്തതീഅ അദാഅഹാ, അത് നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥ വരെ പിന്തിപ്പിക്കൽ അവർക്ക് അനുവദനീയമാണ്. എപ്പോഴാണോ ഒരു ചെറിയൊരു റിലാക്സ് കിട്ടുക അതുവരെ ഒരു പിന്തിപ്പിക്കാം. ആ റിലാക്സ് എപ്പോൾ കിട്ടിയോ അപ്പം അവൻ നിസ്കരിക്കുകയും ഞാൻ ഡ്യൂട്ടിക്കിടയിൽ തന്നെ ഒരു ആശ്വാസം കിട്ടുന്ന സമയമുണ്ട്, ഓക്കെ, ആ സമയത്ത് നിസ്കരിക്കാം. ഒരു ജംഅ് ചെയ്യാം, അതൊക്കെ ഇതിലുണ്ട്, ജംആക്കാം. അതിന് അവസരമുള്ളതാണെങ്കിൽ ജംആക്കണം. അതൊന്നുമല്ല എങ്കിൽ സമയത്തിനപ്പുറത്തേക്ക് പിന്തിപ്പിക്കാൻ പാടില്ല. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ അലിയിൻ റളിയല്ലാഹു അൻഹു ഖാൽ, തെളിവെന്താണ്? ഇങ്ങനെ ഇളവുണ്ടെന്ന് പറയണമെങ്കിൽ തെളിവ് വേണ്ടേ? തെളിവില്ലാതെ പറയാൻ പറ്റുമല്ലോ. അത് തെളിവെന്താണ്? ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണതിന് തെളിവ്. അൻ അലിയിൻ റളിയല്ലാഹു അൻഹു ഖാല, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ കാന യൗമൽ അഹ്സാബ്, അഹ്സാബ് യുദ്ധ ദിവസം, അഹ്സാബ് യുദ്ധം അതിശക്തമായ യുദ്ധമായിരുന്നു. സഖ്യ കക്ഷികളായി ശത്രുക്കൾ ഒന്നാകെ വന്നാണ് അഹ്സാബ്. എല്ലാവരും സഖ്യകക്ഷിയായി വന്നു മുസ്ലിമീങ്ങൾക്കെതിരായിട്ട്. അതിശക്തമായ യുദ്ധമുണ്ടായി. മുസ്ലിമീങ്ങൾ അന്ന് പ്രയാസമുണ്ടായ ദിവസമാണത്. ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അസ്സ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതിൽ വ്യാപൃതമായതുകൊണ്ട് അസ്സ്കാരം തെറ്റിപ്പോയി. അവിടെ നബി തങ്ങൾ പറഞ്ഞു, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ, അവരുടെ വീടുകളും ഇവിടെ ഖബറുകളും അല്ലാഹു തആല തീയാൽ നിറക്കട്ടെ. കമാ ഹബിസൂന വശഗലൂന അനിസ്സലാത്തിൽ വുസ്താ, അസ്സ്കാരത്തെ തൊട്ട് അവർ നമ്മെ വ്യാപൃതമാക്കി കളഞ്ഞല്ലോ. ഹത്താ ഗോബത്തി ഷംസ്, സൂര്യൻ അസ്തമിക്കുന്നവരെ അവർക്ക് അസ്സ്കരിക്കാൻ അവസരം ലഭിച്ചില്ല, അസ്സ്കരിക്കാൻ പറ്റിയില്ല. അപ്പം അതിന് ഗൗരവ നബി ഞങ്ങൾ നമ്മളെ അസ്സ്കാരം അവരിതാ വ്യാപൃതമാക്കി കളഞ്ഞു, നമ്മളെ ശുഗുലാക്കി കളഞ്ഞു, അവർക്ക് അല്ലാഹു കടുത്ത ശിക്ഷ നൽകട്ടെ എന്ന് നബി ഞങ്ങൾ പ്രാർത്ഥിക്കുക പോലും ചെയ്തു. അപ്പം ഇതെന്ത് മനസ്സിലായി? പണ്ഡിതന്മാർ തെളിവെടുത്തത് അത്തരമൊരു ഘട്ടത്തിൽ നബിതങ്ങൾക്കടക്കം ഒരു നിസ്കാരം അങ്ങനെ പിന്തിപ്പിക്കേണ്ടി വന്നുവെങ്കിൽ അതിന് വേറെ നിർവാഹമില്ല. ഇത് പറ്റൂലാണ്ട് കാര്യമില്ലല്ലോ, അതല്ലാത്ത സാഹചര്യം അവിടെ ഇല്ല. അപ്പം അതിന് ഒരു തെളിവായി ഇവിടെ അദ്ദേഹം സ്വീകരിക്കുന്നു. ഇത്തരം ഘട്ടങ്ങൾ മാത്രമാണ് അവിടെ പോയിരിക്കും. ഇത്തരം ഘട്ടങ്ങൾ മാത്രമാണ് സമയത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് അനുവാദമുള്ളത് എന്നാണ്. അല്ലാതെ വേറെ ഒരു ഘട്ടത്തിലും സമയത്തിനപ്പുറം പിന്തിപ്പിക്കാൻ അനുവാദമില്ല എന്നാണ് മനസ്സിലാകുന്നത്. കമാ യുസ്തസ്നാ മിൻഹു, അതുപോലെ ഇതിൽ നിന്ന് ഒഴിവ് നൽകപ്പെടും. മൻ കാന യൻവി ജംഅ സ്വലാത്തൈനി ജംഅ തഖീരിൻ, അതേപോലെ കമൻ കാന യൻവി ജംഅ സ്വലാത്തൈനി, രണ്ട് നിസ്കാരങ്ങൾ ജംആക്കാൻ ഉദ്ദേശിച്ചവനും ജംഅ തഖീരിൻ, ജംഉ തഖീർ, ജംഉ തഖദീമുണ്ട്, ജംഉ തഖീറുണ്ട്. രണ്ടാമത്തെ നിസ്കാരം ഇങ്ങോട്ട് കൊണ്ടുവരിക, അതാണ് ജംഉ തഖദീം. അസ്റിനെ ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കുക, ഇശാ മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കുക, അതാണ് ജംഉ തഖദീം. ജംഉ തഖീർ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ളുഹർ അസ്റിന്റെ കൂടെ നിസ്കരിക്കുക അസ്റിന്റെ സമയത്ത്, മഗ്രിബ് പിന്തിപ്പിച്ചിട്ട് ഇശാന്റെ കൂടെ നിസ്കരിക്കുക. അപ്പോൾ അവന് ളുഹറിന്റെ സമയം അസ്റിന്റെ സമയം കൂടി കൂട്ടിക്കിട്ടി. അസ്ർ ഖളാ ആകണവരെ ളുഹറിനും സമയമുണ്ട്, ഇശാ ഖളാ ആകണവരെ അവൻ മഗ്രിബിന് കൂടി സമയമുണ്ട്. അപ്പം ഇവൻ സമയത്ത് അപ്പുറത്തെ പിന്തിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ, അത് പ്രശ്നമില്ല, ഒരു ഇളവുണ്ട്. ജംഉ തഖീർ ഉദ്ദേശിച്ച അവന് സമയം പിന്തിപ്പിക്കുകയില്ല, ഓരോ സമയം നീട്ടിക്കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ല, അതൊക്കെ ജമ്മാക്കാം. ജമ്മാക്കി അയാൾ നിയ്യത്ത് ചെയ്യുമ്പോൾ യാത്രയിലാണല്ലോ, നിയ്യത്ത് ചെയ്യുമ്പോൾ യാത്രയിലാണ്, യാത്ര ഇളവെടുത്തു, ഇവിടെ ഉദ്ദേശം നേരത്തെ യാത്ര അവസാനിച്ചു, പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് നിർവഹിച്ചിട്ടുണ്ട്. അത് വരും, ഇതിൽ വരും, ജമ്മു കസ്ര ബാബിൽ വരും. അപ്പോൾ ഏതായാലും ജമ്മു ഉദ്ദേശിച്ച ആളുകൾ ഫയജൂസു ലഹു, അവന് അനുവദനീയമാണ് തഖീറുൽ ഊലാ ഇലാ വഖ്തി സാനിയ, ഒന്നാമത്തെ നിസ്കാരം രണ്ടാമത്തെ നിസ്കാരത്തെ സമയം വരെ പിന്തിപ്പിക്കൽ അവന് അനുവദനീയമാണ്. അപ്പം ഈ ഇളവുള്ളവർ എന്ന് പറഞ്ഞത് ഈ രണ്ട് വകുപ്പുമാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ ഒരു നിലക്കും നിസ്കരിക്കാൻ സാഹചര്യമില്ലാത്ത ആളുകൾ, കൽബ് കൊണ്ട് പോലും
നിസ്കരിക്കാൻ പറ്റാത്ത ഘട്ടങ്ങൾ അവിടെ അവൻ അനുവദനീയമാണ്. രണ്ടാമത് ജംആക്കാൻ വകുപ്പുള്ളവർ. വഹാദാ ഫീ ഹഖ്ഖി മൻ യജൂസു ലഹുൽ ജംഉ. ജംആക്കൽ ജായിസായ ആളുകളുടെ വിഷയത്തിൽ മാത്രമാണത്. അതിന് വകുപ്പില്ലാത്തവന് വെറുതെ ജംആക്കാൻ പറ്റില്ലല്ലോ. ഒരു കാരണമില്ല ഓൻ വെറുതെ ജംആക്കി, അത് പറ്റില്ല. ജംആക്കാൻ അനുവാദമുള്ളവരുടെ വിഷയത്തിലാണിത്. ഫമൻ നവാ മിൻഹും ജംഅത്ത് തഖീർ, ജമ്മു തഖീർ നിയത്ത് ചെയ്തവൻ ജാസ ലഹു, അവൻ അനുവദനീയമാണ് തഖീറുൽ ളുഹ്രി ഇലാ വഖ്തിൽ അസ്ർ, ളുഹ്റിനെ അസ്ർ സമയം വരെ പിന്തിപ്പിക്കൽ. വതഖീറുൽ മഗ്രിബി, മഗ്രിബിനെ പിന്തിപ്പിക്കലും ഇലാ വഖ്തിൽ ഇശാഇ, ഇശാഇന്റെ സമയം വരെ മഗ്രിബിനെ പിന്തിപ്പിക്കലും അവന് അനുവദനീയമാണ്. ഇത് രണ്ടുമല്ലാത്തൊരു ഘട്ടത്തിലും സമയത്തിനപ്പുറത്തേക്ക് നിസ്കാരം കൊണ്ടുപോവുക എന്നത് ജായിസല്ല, അനുവദനീയമല്ല. അതാണ് 1264 മസ്അല. ഇനി മറ്റൊരു മസ്അല, നിസ്കാരത്തിന് സമയം കഴിയാൻ പോവുകയാണ്. എന്നാൽ ഒരു ഷർത്ത് അവൻ ചെയ്തു വരുമ്പോഴേക്ക് അവൻ നിസ്കാരത്തിന് സമയം കഴിഞ്ഞു പോകും. എങ്കിൽ ആ ഷർത്ത് വേണ്ടെന്ന് വെക്കണോ അതോ ആ ഷർത്ത് എടുത്ത് സമയം കൈയിട്ട് നിസ്കരിക്കണമോ? ചുരുങ്ങിയ സമയമേ ഉള്ളൂ, വുളൂ ചെയ്യാൻ സാഹചര്യമില്ല. ഒരു അപ്പുറത്തെ പറമ്പ് പോയി അവിടുന്ന് വെള്ളമെടുത്ത് കൊണ്ടുവന്ന് ഒന്നെടുക്കാൻ പറ്റും. പക്ഷെ അവിടെ പോയി വെള്ളം കോരിയെടുക്കുമ്പോഴേക്ക് നിസ്കാര സമയം കഴിയും. എങ്കിൽ അവൻ അവിടെ പോയി വെള്ളം എടുത്ത് വന്ന് നിസ്കരിക്കുകയാണോ വേണ്ടത്? അതല്ല, വുളൂ വേണ്ട വെച്ചിട്ട് വേഗം നിസ്കാരം നിർവഹിക്കുകയാണോ, സമയത്തിനാണോ അവിടെ പ്രാധാന്യം കൊടുക്കുക, അതല്ല ആ മറ്റേ ഷർത്തിനാണോ പ്രാധാന്യം നൽകുക? അതാണ് അടുത്തൊരു മസ്അല. ലാ യജൂസു തഅഖീറുസ് സ്വലാ, നിസ്കാരം പിന്തിപ്പിക്കൽ ജായിസാവുക ഇല്ല, അനുവദനീയമാവുക ഇല്ല. ഹത്താ യഖ്റുജ വഖ്തുഹാ, അതായത് സമയം കഴിഞ്ഞു പോകുന്നത് വരെ. മിൻ അജ്ലിൽ ഇത്തിയാനി ബിശർത്തിൻ മിൻ ശുറൂതിഹാ, അതിൽ ഏതെങ്കിലും ഷർത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സമയത്തിനപ്പുറത്തേക്ക് നിസ്കാരത്തെ പിന്തിപ്പിക്കുക എന്നത് ജായിസല്ല. ഈ ഷർത്ത് പാലിക്കാൻ വേണ്ടി സമയം പിന്തിപ്പിക്കുക അതവന് അനുവദനീയമല്ല. അപ്പം ആ ഷർത്ത് വേണ്ടെന്ന് വെച്ചിട്ട് നിസ്കാരം നിർവഹിക്കാൻ അവൻ ചെയ്യാണ്. കാരണം മറ്റു നിസ്കാരം മൊത്തം പോവാണ്. ഷർത്ത് എടുത്താൽ നിസ്കാരം മൊത്തം സമയത്തിനപ്പുറത്തേക്ക് പോകുന്നു. നിസ്കരിക്കാൻ നിന്നാലോ ഈ ഷർത്ത് പോകുന്നു. എങ്കിൽ പിന്നെ ആ ഷർത്ത് വേണ്ട എന്ന് കണക്കാക്കി അവൻ നിസ്കരിക്കുകയാണ് വേണ്ടത്. ബൽ ഇദാ ഖാഫ, അവൻ ഭയപ്പെട്ടു ഖുറൂജൽ വഖ്തി, സമയം കഴിഞ്ഞു പോകുമെന്ന്, എങ്കിൽ സ്വല്ല അലാ ഹസ്ബി ഹാലിഹി, അവൻ്റെ അവസ്ഥക്കനുസരിച്ച് അവൻ നിസ്കരിക്കുകയാണ് വേണ്ടത്. ഫലാ യജൂസു, അപ്പോൾ അനുവദനീയമല്ല. ലിൽ ഉറിയാനി, ഉറിയാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാത്തവൻ. ഒരാൾ നഗ്നനാണ്, എനിക്ക് വസ്ത്രമില്ല, ഇത്ര വസ്ത്രമില്ല, എന്നാൽ വസ്ത്രം അപ്പുറത്തെവിടെ ഉണ്ട്, അല്ലെങ്കിൽ വസ്ത്രം കിട്ടാൻ സാഹചര്യമുണ്ട്. പക്ഷെ അത് തേടിപ്പിടിച്ച് ആ വസ്ത്രമായി വരുമ്പോഴേക്ക് അവൻ്റെ സമയം കഴിഞ്ഞ് പോകും. അല്ലെങ്കിൽ ഒരാൾ ഏൽപ്പിച്ചു ഒരു വസ്ത്രം വാങ്ങിക്കൊണ്ടാണ്, ആ വസ്ത്രത്തിന് പോയിട്ടുണ്ട്, പക്ഷെ ആ വസ്ത്രത്തിൽ വരുമ്പോഴേക്കും ഇവിടെ സമയം കഴിഞ്ഞു പോകും. ഇത്തരം ഒരു ഘട്ടങ്ങൾ അവൻ അനുവദനീയമാവില്ല. ഒരു വസ്ത്രം തുന്നലിൽ വ്യാപൃതമാവുക, ലൈസ ഇൻദഹു സിവാഹു, അതല്ലാത്ത വസ്ത്രമില്ല. ഓന് ടൈലർ മെഷീൻ ഉണ്ട്, അവിടെ തുണിയുണ്ട്, ഓനതുകൊണ്ട് വേഗം ഒരു ഡ്രസ്സ് അത് തുന്നിക്കൂട്ടി റെഡിയാക്കാൻ നിന്നാൽ സമയം കഴിഞ്ഞ് പോകും. എങ്കിൽ അവൻ അതല്ല ചെയ്യേണ്ടത് എന്നാണ്. എടി ആയിഷ, അതല്ല അവൻ ചെയ്യേണ്ടത്. ഇദാ കാന ലൻ യഫ്റഗ മിൻ ഖിയാതതിഹി ഇല്ലാ ബഅദ ഖുറൂജി വഖ്തി സ്വലാ, നിസ്കാരത്തെ സമയം കഴിഞ്ഞിട്ടല്ലാതെ ആ വസ്ത്രം അവൻ തുന്നിത്തീരുകയില്ല എങ്കിൽ ഓ തുന്നാൻ നിൽക്കണ്ട, ഉള്ളതനുസരിച്ച് ഓന് നിസ്കരിക്കുക. അതൊരു പകുതിയെ മറക്കാൻ കഴിയുള്ളൂ, ആയിക്കോട്ടെ പകുതി മറച്ചാൽ മതി, അല്ലെ അതിനും കഴിയില്ല എന്നാ വേണ്ട, ഓ മറക്കണ്ട, ഓൻ അങ്ങനെ നിസ്കരിക്കാം. അതാണ് അവൻ ചെയ്യേണ്ടത്. ഓ കദാലിക്കാം, അതേപോലെ യജൂസു ഐ യസ്തറ ബിസ്വനാഅതി ഹബലിൻ ഔ ഇസ്ലാഹി ഹാലത്തിൻ ലിയസ്തഖ്രിജ ബിഹൽ മാഅ മിനൽ ബിഇരി, കിണറ്റിൽ വെള്ളമുണ്ട് പക്ഷെ മോട്ടർ കംപ്ലൈൻറ്റ്, ആ മോട്ടർ നന്നാക്കാൻ നിന്നാൽ നന്നാക്കാനറിയാം, പക്ഷെ നന്നാക്കി എടുത്ത് വരുമ്പോഴത്തിന് സമയം കഴിയും. എങ്കിൽ ഓനെ അപ്പം നിസ്കരിക്കാണോ വേണ്ടത്? അല്ല, നന്നാക്കി സമയം കഴിഞ്ഞാലും വേണ്ടില്ല, വെള്ളം കിട്ടി ഒന്നുനാക്കി നിസ്കരിച്ചാൽ മതി എന്ന് വിചാരിക്കണോ? അല്ല, അവനവിടെ ഒന്നുമില്ലാതെ തൈമം ചെയ്ത് നിസ്കരിച്ചോട്ടെ, ഇതിന് നന്നാക്കാൻ വയ്ക്കോട്ടെ. അല്ലാതെ സമയം കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പറ്റൂല. സമയം കഴിയും മുമ്പ്
നന്നാക്കി ഉതിർത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ അവിടെ സ്പീഡാക്കാം. അവിടെ സമയത്തിന് അവൻ മുന്തിയ പരിഗണന നൽകേണ്ടതുണ്ട്. സമയം കഴിഞ്ഞിട്ടേ അതിന് വിരമിക്കുകയുള്ളൂ എന്നാണെങ്കിൽ അത് പറ്റുകയില്ല. അള്ളാഹ് പറഞ്ഞെന്താ? വെള്ളമില്ലാത്തവൻ തയമ്മം ചെയ്യട്ടെ എന്നാ പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞു ഫലം തജിദു മാഅൻ ഫതയമ്മമു, വെള്ളം ലഭ്യമായില്ല എങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്യുവീൻ. ഫഅമറ ബിത്തയമ്മുമി, അല്ലാഹു തയമ്മും കൽപ്പിച്ചു. ലിഅദാഇ സ്വലാ ഫീ വഖ്തിഹാ, സമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി തയമ്മും ചെയ്യാനാണ് കൽപ്പിച്ചത്. വലം യുബിഹ് തഖീറഹാ അൻ വഖ്തിഹാ മിൻ അജ്ലി തതഹുരി ബിൽ മാഇ, നാ വെള്ളം കിട്ടുമെന്ന് വെയിറ്റ് ചെയ്തോളി, സമയം കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. വെള്ളമില്ലേ തയമ്മും ചെയ്തു പറഞ്ഞു. അല്ലാതെ വെള്ളം കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യുക, വെള്ളം കിട്ടിയാൽ അപ്പം വെള്ളം കൊണ്ട് വുളൂണ്ടാക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞില്ല. പകരം വെള്ളമില്ലെങ്കിൽ തയമ്മും ചെയ്യുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. വബഖിയത്തു ശുറൂത്തി സ്വലാത്തി മഖീസത്തുൻ അലൽ വുളൂഇ, ബാക്കിയുള്ള ഷർത്തുകളും ഇതിലേക്ക് ഖിയാസാക്കാം. ഇപ്പോൾ ഒരാൾക്ക് ഖിബില അറിയില്ല, ഖിബില ഒരു പിടുത്തമില്ല. അപ്പോൾ അയാൾ അന്വേഷിച്ച് പിടിച്ച് ആരെയും കാണാൻ നോക്കി, അപ്പുറം പോയി ഇപ്പുറം പോയി നോക്കി, ഒരാളെയും കാണുന്നില്ല. അങ്ങനെ അവിടെയും പടിയും പോയി ആരോട് ചോദിച്ചറിഞ്ഞിട്ടൊക്കെ ഖിബില നോക്കുമ്പോൾ നിസ്കാരം സമയം കഴിഞ്ഞ് പോകും. എന്നാൽ ഓനെ ഇനി ഖിബില നോക്കണ്ട, ഓനെ ഏതാണ്ട് ഒരു എവിടേക്കാണോ ധാരണ അതനുസരിച്ച് നിസ്കരിച്ചോട്ടെ, അതാണ് വേണ്ടത്. അവിടെ ഇനി ഖിബില നോക്കി നിന്നിട്ട് നിസ്കാര സമയം വിട്ടു പോകാൻ പാടില്ല. എന്ന് മാത്രമല്ല, പിന്നെ വിശദമായ ചർച്ചകളിൽ കാണാം, അത്രയും ഘട്ടങ്ങൾ സുന്നത്തുകൾ പോലും ഒഴിവാക്കേണ്ടി വേണ്ടതാണ്. ഒരാൾ പൂർണ്ണമായി എല്ലാ സുന്നത്തും നിസ്കരിക്കുകയാണെങ്കിൽ സമയം തികയില്ല. എന്നാൽ അവിടെ സുന്നത്തൊക്കെ ഒഴിവാക്കുക, സുഹൃത്ത് ഓതണ്ട വിചാരിക്കുക, നിർബന്ധമില്ലാത്ത പ്രാർത്ഥനകളൊക്കെ ഒഴിവാക്കുക, ഏറ്റവും ഫർളായത് മാത്രം ചെയ്തുകൊണ്ട് സമയത്തിനുള്ളിൽ തന്നെ നിർവഹിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത്. ഒക്കെ ഇതിൽ വരും, അതൊക്കെ ഇതിൽ വരും. ഓരോ സാഹചര്യം അനുസരിച്ചാണ് അവർ നിർവഹിക്കേണ്ടത്. വഹാദാ ഖൗലു ആമ്മത്തി സലഫ്, മുൻഗാമികളിൽ പൊതുവെയുള്ള അഭിപ്രായം ഇതാകുന്നു. ഇതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ അർത്ഥം. മുൻഗാമികൾ സലഫുകൾ പൊതുവെ അഭിപ്രായപ്പെട്ടത് ഈ നിലക്കാണ് എന്നാണ് അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞ് കാണുന്നത്. വേണ്ട, തയമ്മം ചെയ്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ മടക്കേണ്ടതില്ല. കാരണം അവനോട് ആ സമയത്ത് അവനുള്ള ബാധ്യത അതേ ഉള്ളൂ, അത് ചെയ്തു. ആ സമയത്ത് അവരോട് അല്ലാഹു കൽപ്പിച്ചത് തയമ്മം ചെയ്യാനാണ്, അതവൻ ചെയ്തു, അത് കഴിഞ്ഞു. എന്നാൽ തയമ്മം ചെയ്തു നിസ്കരിക്കാൻ പോകുമ്പോൾ വെള്ളം കിട്ടി, അപ്പോൾ ബാത്തിലായി. തയമ്മം ചെയ്തു നിസ്കരിച്ചിട്ടില്ല, അതിനിടയ്ക്ക് മഴയാണ് പെയ്തു, അപ്പോൾ പിന്നെ തയമ്മം ബാത്തിലായി. നിസ്കാരം കഴിഞ്ഞിട്ടാണ് വെള്ളം കിട്ടിയത്, ഓനൊന്നുമില്ല, ഓന് ചെയ്യാൻ പറഞ്ഞ പണി ഓൻ ചെയ്തിട്ടുണ്ട്, ഇനി ഓനവിടെ മടക്കി നിസ്കരിക്കേണ്ട കാര്യമില്ല. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സമയം ബാക്കി ഉണ്ടെങ്കിൽ ഓൻ മടക്കുന്നത് പറഞ്ഞ് കാണാൻ പറ്റും. ഓൻ നിസ്കരിച്ചു കഴിഞ്ഞു, പക്ഷെ സമയം ഇനിയും ബാക്കിയുണ്ട് എങ്കിൽ ആ സമയത്ത് വെള്ളം കിട്ടി എങ്കിൽ അവന് മടക്കി നിസ്കരിക്കണം. സമയം കഴിഞ്ഞാലോ പിന്നെ അതും വേണ്ട. ഇപ്പം അസ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഒരു വെള്ളം കിട്ടിയത്, എന്നാൽ പിന്നെ ആ ലോഹറ് മടക്കണോ? വേണ്ട. എന്നാൽ അവൻ ലോഹറ് ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചു, ഒരു 2:30-3 ആയപ്പോൾ വെള്ളം കിട്ടി, എന്നാൽ രണ്ടാമത് അവൻ തയമ്മം ചെയ്തുകൊണ്ട് നിസ്കരിക്കണോ വേണ്ടയോ എന്നതിൽ ചിലരൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. അവിടെയും പ്രബലാഭിപ്രായം ആ ഫർള് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മടക്കേണ്ടതില്ല. കാരണം അവനോട് ആ സമയത്ത് അല്ലാഹ് കൽപ്പിച്ച എന്താണോ അതവൻ ചെയ്തിട്ടുണ്ട്. ഫൈലം തജിദു മാഅൻ ഫതയമ്മമു എന്ന് പറഞ്ഞതും ചെയ്തു. ഇനി അവനവിടെ വേറെ ബാധ്യത ഇല്ല. നമ്മൾ പഠിച്ചു മറ്റിൽ ഷഹീഹ് മുംതിൽ ആ മസല പറഞ്ഞു നമ്മൾ സാദുൽ മുസ്തഖം എഴുതി. ഇനി 1266 മസല, മൻ അഖറ സ്വലാത്ത മുതഅമ്മിദൻ ലിതർക്കിഹാ ഹത്താ ഖറജ വഖ്തുഹാ അൽ ഖാസ് വൽ മുസ്തരികു അല്ലദി തുജ്മഉ മഅ ഗൈരിഹാ ഫീഹി ബിലാ ഉദ്രിൻ ലം യജിബ് അലൈഹി ഖളാഉഹാ. ഇനി ഒരാൾ മനഃപൂർവ്വം ഒരു നിസ്കാരം പിന്തിപ്പിച്ചു, ഒരു കാരണവുമില്ല, അയാൾ നിസ്കരിച്ചില്ല, അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഒരു കുറ്റബോധമുണ്ടായി, അയാൾ നിസ്കരിക്കാൻ തയ്യാറായി എങ്കിൽ ഈ നിസ്കാരം ഇനി അയാൾ ഖളാ വീട്ടണമോ വേണ്ടയോ? അയാൾക്കൊരു കാരണമില്ലാതെ പിന്തിപ്പിച്ചതാണ്, പിന്തിപ്പിച്ച് സമയം കഴിഞ്ഞു പോയതിന് ശേഷമാണ് അയാൾക്ക് അതിൽ പ്രായച്ചിത്തം തോന്നുകയും അയാൾ നിസ്കരിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചെങ്കിൽ ഞാൻ അവിടുന്ന് അങ്ങോട്ട് നിസ്കരിച്ചാൽ മതിയോ? ഈ നഷ്ടപ്പെടുത്തിയ നിസ്കാരം അവൻ നിസ്കരിക്കേണ്ടതുണ്ടോ? മൻ അഖറ സ്വലാ,
വല്ലവനും നിസ്കാരം പിന്തിപ്പിച്ചാൽ മുതഅമ്മിദൻ ലിതർക്കിഹാ, ഒഴിവാക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ, ബോധപൂർവം ആ നിസ്കാരം ഒഴിവാക്കാൻ വിചാരിച്ചാണ്, ഞാൻ നിസ്കരിക്കണില്ല എന്ന് തീരുമാനിച്ചതാണ്, അങ്ങനെ പിന്തിപ്പിച്ചു. ഹത്താ ഖറജ വഖ്തുഹാ, അങ്ങനെ ആ നിസ്കാരം സമയം കഴിഞ്ഞു പോയി. അൽ ഖാസു വൽ മുസ്തറക്കു, ഖാസായ സമയവും പോയി, മുസ്തറക്കായ സമയവും കഴിഞ്ഞു. ഖാസായ സമയം എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെ ടൈം, മുസ്തറക്കായ സമയം ആ നിസ്കാരം മറ്റു സമയം കൂടി പങ്കിടുന്ന സമയം, അഥവാ ജമ്മാക്കാൻ പറ്റിയ സമയം. ഇപ്പം ളുഹുറാണ് എങ്കിൽ അസ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഖാസായ സമയമാണ്. അസ്റിൻ്റെ സമയം കൂടി ളുഹറിലേക്ക് ചേർത്ത് വായിക്കുമ്പോഴോ മുസ്തറക്കായ സമയമാണ്. കാരണം ചില ഘട്ടങ്ങളിൽ ളുഹറിന് അസ്റിൻ്റെ സമയം കൂടി കിട്ടുന്നുണ്ടല്ലോ, ജമ്മാക്കുമ്പോൾ ആ സമയം കൂടി ഇവന് സമയമായി കിട്ടുന്നുണ്ട്. അതിനാണ് മുസ്തറക്കായ പരസ്പരം പങ്കായ സമയം എന്ന് പറഞ്ഞത്. ആ രണ്ട് സമയം കഴിഞ്ഞു പോയി. മുസ്തറക്ക് പറഞ്ഞാൽ ജമ്മാക്കപ്പെടുന്ന സമയം, അതാണ് മുസ്തറക്ക്. ആ സമയം കഴിഞ്ഞു. അങ്ങനെ ഒരാൾ പിന്തിപ്പിച്ചു ബിലാ ഉദ്രിൻ, ഒരു ഉദ്റുമില്ലാതെ, ഒരു കാരണവും കൂടാതെ അയാൾ പിന്തിപ്പിച്ചു എങ്കിൽ ലം യജിബ് അലൈഹി ഖളാഉഹാ, അത് ഖളാ വിട്ടൽ അവന് നിർബന്ധമില്ല. അത് കഴിഞ്ഞു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ ഇന്ന സ്വലാത്ത കാനത്തൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അതുപോലെ സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണ്. ആ സമയം കഴിഞ്ഞു. അതവൻ ചെയ്ത് വലിയ പാപമാണ്. അതിന് റബ്ബ് നിശ്ചയിക്കുന്ന ശിക്ഷ എന്താണോ അത് ഏറ്റുവാങ്ങയല്ലാതെ ഓന് വേറെ വഴിയൊന്നുമില്ല. തൗബ ചെയ്യുക, പൊറുപ്പിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല. ആ തൗബയോടൊപ്പം ഓന് നിസ്കരിക്കണോ വേണ്ടയോ? വേണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, 1000 പ്രാവശ്യം നിസ്കരിച്ചാലും ആ നിസ്കാരം സ്വീകാര്യമാവുകയില്ല. നബി സൈമിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 1000 നിസ്കാരം നിസ്കരിച്ചാലും ശരി സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇബ്നു സൈമിയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അവനത് ഖളാ വീട്ടിൽ പിന്നെ വാജിബില്ല. ഇനി ഓന് തൗബ ചെയ്യുന്നു, അതിനൊപ്പം നിസ്കരിക്കും ചെയ്യൽ നല്ലതാണോ അല്ലേ എന്ന് ചർച്ച പണ്ഡിതന്മാർക്ക് ഉണ്ടെന്നല്ലാതെ അവനെ നിർബന്ധമായും നിസ്കരിച്ച് വീട്ടണം എന്ന് പറയാൻ വകുപ്പില്ല. അതിനൊരു സമയം കഴിഞ്ഞു. മറ്റു ഫർള് പോലെയല്ല, അത് മൗഖൂത്താണ്. സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കരിക്കാൻ പറ്റുമന് അപ്പുറത്തേക്ക് നിസ്കരിക്കാൻ പള്ളി വെച്ചാൽ മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കരിച്ചൊക്കെ വന്നത്. ഫർദിനെ മുമ്പുള്ള സുന്നത്ത് മുമ്പ് നിസ്കരിക്കാൻ പറ്റായപ്പോൾ ശേഷം നിസ്കരിച്ചു. രാത്രി നിസ്കാരം നഷ്ടപ്പെട്ട നബി പകൽ നിസ്കരിച്ചു എന്ന് വന്നിട്ടുണ്ട്. രാത്രി നിസ്കാരം നഷ്ടപ്പെട്ട നബി പകല് 12 നിസ്കരിക്കുമായിരുന്നു. രാത്രി 11 നിസ്കരിക്കും, പകലാകുമ്പോൾ നബി 12. രാത്രി നിസ്കാരം ഒറ്റയാണ്, പകൽ നിസ്കാരം ഇരട്ടയാണ്. അവിടെ നബി ഞങ്ങൾ 12 നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ചിലരൊക്കെ അത് വീട്ടണമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊരു ഇജ്മാഉള്ള കാര്യമല്ല. ചില പണ്ഡിതന്മാർ ഇത് അവൻ ഖളാ വീട്ടണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു ഒരു നിശ്ചിതമായ ദിവസം വരെയൊക്കെ ആണെങ്കിൽ അവനെ വിട്ടാൽ പിന്നെ അതില്ല എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ലിഅന്ന താരിക സ്വലാത്തിൻ വാഹിദത്തിൻ അംദൻ കാഫിറുൻ മുർത്തദുൻ, എന്തുകൊണ്ട് അവൻ വീട്ടേണ്ടതില്ല, വീട്ടൽ നിർബന്ധമില്ല? കാരണം ലിഅന്ന താരിക സ്വലാത്തിൻ വാഹിദ, ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെ, അംദൻ മനഃപൂർവ്വം ഒറ്റ നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെ കാഫിറുൻ മുർത്തദുൻ, അവൻ മതഭ്രഷ്ടനാണ്. കമാ സബഖ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ വക്ത് ഒഴിവാക്കിയാൽ പോലും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് നമ്മൾ പറഞ്ഞു. വൽ കാഫിർ അസ്ലിയു, അസ്ലിയായ കാഫിർ അഥവാ ജന്മനാൽ മുസ്ലിം അല്ലാത്തൊരാൾ, ജന്മനാൽ മുസ്ലിം അല്ലാത്ത ആൾക്കാണ് കാഫിർ അസ്ലി എന്ന് പറയാം. ബേസിക്കലി അയാൾ അവിശ്വാസിയാണ്. അത്തരം ഒരാൾ ഇലാ അസ്ലമ, അയാൾ മുസ്ലിം ആയാൽ ലാ ഖളാ അലൈഹി, അവൻ ഖളാ വീട്ടേണ്ടതില്ലല്ലോ. ലിമാ സബഖ മിനസ്സലവാതി, മുമ്പ് കഴിഞ്ഞു പോയ നിസ്കാരമൊക്കെ ഖളാ വീട്ടണോ? വേണ്ട. ബിൽ ഇജ്മാ. ഫകദാ അൽ കാഫിർ മുർത്തദു, അതുപോലെ തന്നെയാണ് മുർത്തദായ കാഫിറും. വലാ ഫർഖ, അവർ തമ്മിൽ ഈ വിഷയത്തിൽ വ്യത്യാസമില്ല. അതാണ് ഷെയ്ഖ് ജബീർ റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. ചിലരൊക്കെ അതല്ല, അങ്ങനെ ബോധം നഷ്ടപ്പെട്ടതാണെങ്കിൽ തൗബ ചെയ്യും വേണം, അതിനെ കൂടെ അവനത് നിസ്കരിക്കുകയും വേണം എന്ന് പറഞ്ഞവരുണ്ട്. അന്ന് ആ പറഞ്ഞതിനെ പഴയ കാലത്ത് തന്നെ വിമർശിച്ചവരുമുണ്ട്. പഴയ കാലത്തിലെ ചില പണ്ഡിതന്മാരൊക്കെ അവൻ നിസ്കരിച്ച് വിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇബ്നു റജബുൽ ഹംബലി റഹിമത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിലൊക്കെ ഇതേ ശക്തമായി വിമർശിക്കുകയും അതെങ്ങനെ പറയാൻ കഴിയും,
അങ്ങനെ വീട്ടാൻ പറയാൻ എന്ത് ന്യായമാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിമർശിക്കുകയും ചെയ്തതും പഴയ കാലങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വല്ലാഹു അഅലം. അത് ചെയ്തിട്ടുണ്ട്. അസറിന് മുമ്പ് നബി അസറിന് ശേഷം നിസ്കരിച്ചത് ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. പറ്റും. സുബഹി വരെ സമയമുണ്ടെന്നതാണ് ഒരഭിപ്രായം. പ്രബലാഭിപ്രായം അതല്ല, എന്നാൽ അതൊരു അഭിപ്രായമാണ്, പരിഗണിക്കപ്പെടാൻ പറ്റിയ ഒരു അഭിപ്രായം തന്നെയാണ് അതും. അപ്പം കാരണമില്ലാതെ സമയത്ത് അപ്പുറത്തേക്ക് പോയാൽ പിന്നെ വീട്ടേണ്ടതില്ല. അപ്പം ഈ കാരണം ഉണ്ടായിക്കൊണ്ട് അപ്പുറത്തേക്ക് പോയാലോ, ഉറങ്ങി അല്ലെങ്കിൽ മറന്നു, നേരത്തെ പറഞ്ഞ ഇളവൊക്കെ ഉള്ള സമയത്ത് പോയി എങ്കിൽ എന്ത്? അപ്പം യാതൊരു കാരണവും ഇല്ലാതെ സമയത്തിനപ്പുറത്തേക്ക് ബന്ധിപ്പിച്ചാൽ അവൻ ഖദാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിലെ വിഷയ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി കാരണമുണ്ടായിക്കൊണ്ട് ബന്ധിപ്പിച്ചാലോ, ഉറക്കം, മറവി, അത് രണ്ടും കാരണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതിശക്തമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനെ പിന്തിപ്പിക്കാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത്തരം ഘട്ടങ്ങൾ അവിടെയൊക്കെ ഒരാൾ പിന്തിപ്പിച്ചാൽ എന്തു ചെയ്യണം? ഇദാ ഫാത്തത്തിൽ മുസ്ലിമ സ്വലാത്തുൻ, ഇദാ ഫാത്തത്തിൽ മുസ്ലിമ, ഒരു മുസ്ലിമിന് നഷ്ടമായാൽ, സ്വലാത്തുൻ, ഒരു നിസ്കാരം നഷ്ടമായി, ബിസബബി ഖിതാലിൻ, യുദ്ധം കാരണമായി, കമാ സബഖ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്ദർഭത്തിൽ ഒരു നിസ്കാരം പാഴായി, ഔലി നൗമിൻ, അല്ലെങ്കിൽ ഉറങ്ങിയതിനാൽ, ഔലി നിസ്യാനിൻ, അല്ലെങ്കിൽ മറന്നതിനാൽ, ഔലി ഗൈരി ദാലിക, അതുപോലെയുള്ള മറ്റെന്തൊക്കെ ന്യായമായ ഒരു കാരണത്താൽ ഒരാൾ നിസ്കാരം പാഴായി എങ്കിൽ വജബ അലൈഹി ഖദാഉഹാ, അത് ഖദാ വീട്ടലവന് നിർബന്ധവുമാണ്. വഹാദാ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇത് മൊത്തത്തിൽ ഇജ്മാഉള്ള കാര്യമാകുന്നു. വഖദ് അജ്മഅ അഹ്ലുൽ ഇൽമി, അറിവുള്ള ആളുകൾ ഇജ്മാ ആയിട്ടുണ്ട്, പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുണ്ട്, അല അന്നഹു യുസ്തഹബ്ബു, അത് സുന്നത്താണ് എന്ന്, അൻ യഖ്ദിയഹാ അലൽ ഫൗർ, വേഗത്തിൽ ഖദാ വീട്ടൽ സുന്നത്തുമാണ്. പിന്നെ കാത്തിക്കരുതെന്ന്, എപ്പോഴാണോ അവന് ഓർമ്മയായത്, എപ്പോഴാണോ ഉണർന്നത് എങ്കിൽ തൊട്ട് ഉടനെ തന്നെ ചെയ്യൽ സുന്നത്താണ്. പിന്നെ അവന് വേറെ ഗുണദോഷം നോക്കാനില്ല. ഞാൻ അടുത്ത വക്ത സമയമാകട്ടെ അപ്പോൾ നിസ്കരിക്കുക, അടി ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണ്, ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റുമോ, ആ വക ഒന്നും ആലോചിക്കാതെ എത്രയും വേഗം അവൻ ചെയ്യുക എന്നത് അവന് സുന്നത്തായ കാര്യമാണ്. ഇരാലം യകുൻ ഫി വഖ്തി നഹിയിൻ, വിരോധിക്കപ്പെട്ട സമയത്തല്ലെങ്കിൽ, വിരോധിക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ, ഇപ്പം ചിലരൊക്കെ പറഞ്ഞു വിരോധിക്കപ്പെട്ട സമയമാണെങ്കിൽ ആ സമയം കഴിയുന്നവരെ അവൻ കാത്തിക്കുക. അപ്പം അതിൽ ഇജ്മാഇല്ല, അല്ലാത്തതൊക്കെ അവന് ഉണ്ട്. അതാ ഇപ്പം നിസ്കാരം പാടില്ലാത്ത സമയമുണ്ട്, സൂര്യ ഉദിച്ചു വരുന്ന സമയത്ത്, സൂര്യ അസ്തമിക്കുന്ന സമയത്ത്, അതേപോലെ നേരെ മധ്യത്തിൽ വരുന്ന ളുഹറിന് തൊട്ട് മുമ്പുള്ള സമയത്ത്, ആ സമയത്ത് ഒരാൾ ഇപ്പോൾ സുബഹി നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി, അയാൾ ഉണർന്നത് 12 മണിക്കാണ് എങ്കിൽ സൂര്യൻ മധ്യത്തിൽ തെറ്റണവരെ വെയിറ്റ് ചെയ്യണോ വേണ്ടേ? ആ സമയത്ത് നിസ്കാരം പാടില്ലല്ലോ. അപ്പം ആ സമയത്ത് നിസ്കരിക്കാതെ തൽക്കാലം കാത്തിക്കുന്നു, സൂര്യൻ മധ്യത്തിൽ തെറ്റിയാൽ ഉടനെ അവൻ നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് എണീറ്റത്, ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ ഈ നിസ്കാരം ആ സമയത്ത് പറ്റുമോ ഇല്ലേ? ഒന്നും പാടില്ല എന്ന് പറഞ്ഞവർ പറഞ്ഞു പറ്റൂല. അപ്പം ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല ഹദീസിൽ വന്നാണ് 3 സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പം ആ സമയത്ത് ഒരു നിസ്കാരവും പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതും പാടില്ല. അവരാണ് ആ സമയത്ത് പള്ളിയിൽ കയറിയാലും തഹിയത്ത് പോലും പറ്റില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ നട്ടുച്ചക്ക് ളുഹർ ഭാഗം തൊട്ട് മുമ്പ് പള്ളിയിൽ കയറി തഹിയത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു പറ്റുകയില്ല. കാരണം ഈ ഹദീസിൻ്റെ പൊതു അർത്ഥപ്രകാരം അങ്ങനെ പറഞ്ഞവർ പറഞ്ഞത് ഇത് വഖ്തുൻ നഹി, ആ സമയത്ത് ഏത് നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഏതും പാടില്ല. ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞു, ഇന്ന നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഏത് നിസ്കാരവും പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരാൾ ഉറങ്ങിപ്പോയി, അയാൾ ആ സമയത്താണ് ഉണർന്നത്, എന്നാൽ ആ സമയത്ത് അയാൾ നിസ്കരിക്കേണ്ടതില്ല. ആ സമയത്ത് 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ സമയം കഴിയുന്നവരെ അവൻ വെയിറ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്നാണ് അത്തരം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ പ്രബലാഭിപ്രായം ആ സമയത്ത് ഇത്തരം നിസ്കാരങ്ങൾ പറ്റും എന്നാണ്. നഹിയുടെ സമയം, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം എന്നിട്ട് അത് സാധാരണ സബബുകളില്ലാത്ത നിസ്കാരത്തിലാണ് എന്നാണ്. ഒരു കാരണവുമായി ബന്ധപ്പെട്ടതല്ലാത്ത നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങളെ പാടില്ലാത്തതുള്ളൂ. എന്നാൽ ഒരാൾ ഉറങ്ങിപ്പോയി, ആ സമയത്താണ് ഉണർന്നത് എങ്കിൽ അയാൾ ഇനി മാറുന്നു നോക്കണ്ട, അപ്പം നിസ്കരിക്കാം എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു അവിടെ
തഹിയ്യത്ത് നിസ്കരിക്കാം. രണ്ട് ഹദീസുകൾ തമ്മിലുള്ള പ്രത്യക്ഷത്തിൻ്റെ വൈരുദ്ധ്യമാണ് അവിടെ. ഒന്ന്, നബി തങ്ങൾ പറഞ്ഞു പള്ളി കയറിയാൽ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ പള്ളി കയറിയാൽ നിസ്കരിക്കാതെ ഇരിക്കരുത്. എപ്പോൾ കയറിയാൽ അത് പറഞ്ഞിട്ടില്ല. അപ്പം എന്ത് മനസ്സിലാക്കാം? എപ്പോൾ കയറിയാലും പള്ളി കയറിയാൽ നിസ്കരിക്കാതിരിക്കുക. അപ്പം ഏത് സമയത്ത് കയറിയാലും നിസ്കരിച്ചോളണം. അപ്പം ഈ വിലക്കപ്പെട്ട സമയത്താണെങ്കിലോ ഈ ഹദീസ് പ്രകാരം അവർ നിസ്കരിക്കണം. മറ്റൊരു ഹദീസിൽ പറഞ്ഞു 3 സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ഏത് നിസ്കാരം പാടില്ല അത് പറഞ്ഞില്ല. അപ്പം ഏത് നിസ്കാരവും പറ്റില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഹദീസ് പ്രകാരം പള്ളി കയറി നിസ്കരിക്കാതെ ഇരിക്കരുത്, മറ്റൊരു ഹദീസ് പ്രകാരം ഈ സമയങ്ങളിൽ നിസ്കരിക്കരുത്. അപ്പം ആ സമയത്ത് പള്ളി കയറിയാലോ ഉച്ചയ്ക്ക് 12 മണിക്കൂർ പള്ളിക്ക് വന്നു, പിന്നെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കാൻ വരികയാണ്. അപ്പം മധ്യത്തിൽ സൂര്യൻ തെറ്റിയിട്ടില്ല, അയാൾ ഒതു ചെയ്തു പള്ളിയിൽ കയറി, ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്. ആ സമയം നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണ്. അപ്പം അയാളെ സംബന്ധിച്ച് ഈ 2 ഹദീസ് അയാളുടെ വിഷയത്തിൽ വൈരുദ്ധ്യമാണ്. ഹദീസുകൾ വൈരുദ്ധ്യമില്ല, അയാളുടെ കാര്യത്തിൽ വൈരുദ്ധ്യമാണ്. അയാൾ നിസ്കരിക്കാതെ ഇരുന്നാൽ ഒന്നാമത്തെ ഹദീസിനെതിരായി, ആ സമയത്ത് നിസ്കരിച്ചാലോ രണ്ടാമത്തെ ഹദീസിനും എതിരായി. അപ്പം 2 ഹദീസും കൂടെ അമൽ ചെയ്യാൻ വകുപ്പുണ്ടോ? ഇല്ല. ഇതെടുക്കുകയാണെങ്കിൽ മറ്റൊഴിവാക്കണം, അതെടുക്കുകയാണെങ്കിൽ ഇതൊഴിവാക്കണം. എങ്കിൽ എന്ത് ചെയ്യും? അവിടെ 2-1 മുന്തിക്കണം എന്നാണ്. 2-1 മുന്തിക്കണം. എങ്കിൽ ഏതിനെ മുന്തിക്കും? 2 ഹദീസും സ്വഹീഹാണ്, രണ്ടും സ്വഹീഹായ ഹദീസാണ്. ഒന്ന് ദഈഫാണെങ്കിൽ പിന്നെ തർക്കമില്ല, സ്വഹീഹ് എടുത്താൽ മതി. ഇത് രണ്ടും സ്വഹീഹാണ്. എങ്കിൽ 2-1 മുന്തിക്കണം. അതിന് വല്ല വകുപ്പുമുണ്ടോ എന്നാണ്. ചോക്കുണ്ടോ? അപ്പോൾ ഈ ഹദീസിൽ ഒന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കരുത് എന്നാണ് പറഞ്ഞത്. ഏത് നിസ്കാരം എന്ന് പറഞ്ഞില്ല. ഇത് നമ്മൾ ആം എന്ന് പറയും, പൊതുവായ കൽപ്പന. പ്രത്യേകം ഇന്നതെന്ന് പറയാതെ പൊതുവായാണ് 2 ഹദീസിലുള്ളത്. അപ്പോൾ ഇത് ആമായ അർത്ഥമാണ്, പൊതുവായ അർത്ഥമാണ്. ഒരു നിസ്കാരം പാടില്ല. മറ്റൊരുത്തോ കയറിയാൽ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴോ ഏത് സമയത്ത് പറഞ്ഞില്ല. അപ്പം ഏത് സമയത്തേക്കും പറഞ്ഞപ്പോൾ അതും ആമാണ്, രണ്ടും ആമാണ്. അപ്പോൾ ഒന്ന് ആമും ഒന്ന് ഖാസുമാണെങ്കിൽ എളുപ്പമുണ്ട്. ഈ പൊതു അർത്ഥത്തിനെ മറ്റത് കൊണ്ട് സ്പെഷ്യലൈസ് ചെയ്താൽ മതി. ഇവിടെ രണ്ടും പൊതു അർത്ഥമാണ്. അപ്പം ഇനി നോക്കേണ്ടത് 2-1 മുന്തിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? അപ്പം നോക്കേണ്ടത് ഈ പറയപ്പെട്ട പൊതു അർത്ഥത്തിൽ നിന്ന് ഏതെങ്കിലും ഒഴിവുണ്ടോ നോക്കുക. അപ്പം ഈ 3 സമയത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് വല്ലതും ഒഴിവുണ്ടോ? അപ്പോൾ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഉറങ്ങി ആ സമയത്ത് എണീറ്റു എങ്കിൽ ആ സമയത്ത് നിസ്കരിക്കാമല്ലോ. അപ്പം അത് നിസ്കരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ പൊതുവായ കൽപ്പനയിൽ നിന്ന് ഒന്നൊഴിവായി. ഈ ആമിൽ നിന്ന് ഒന്നൊഴിവായി, ഈ ആമിൽ നിന്ന് ഒന്നൊഴിവായി. അപ്പം ആമിൻ്റെ വൃത്തം കുറച്ച് ചുരുങ്ങി. ഇനി ആ സമയത്ത് മയ്യിത്ത് നിസ്കാരം വന്നു, നമ്മൾ കൂടാൻ പറ്റുമല്ലേ? ളുഹർ ബാങ്ക് കൊടുക്കണം, അവിടെ പോയിരിക്കും. ആ സമയത്ത് മയ്യിത്ത് നിസ്കാരം വന്നു, ഈ സമയത്ത് നിസ്കാരം പാടില്ല, ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് മാറിക്കണോ ഓ നിസ്കരിക്കാമോ? നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ഒരു പ്രബലാഭിപ്രായം. അപ്പം അതിൽ നിന്ന് ഒഴിവായി. അപ്പം ഈ ആമിൻ്റെ വൃത്തത്തിൽ നിന്ന് പിന്നെ പലതും ഒഴിവാകുമ്പോൾ ഇതിൻ്റെ ഉമൂമിയ്യത്ത്, ആ വ്യാപകാർത്ഥം എന്നത് വൃത്തം ചുരുങ്ങി വരുന്നു. ഇതിൽ നിന്ന് അങ്ങനെ വല്ലതും ഒഴിവായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ വ്യാപകാർത്ഥത്തിൻ്റെ വൃത്തം കുറഞ്ഞു, ഇതിൻ്റെ വൃത്തം കുറഞ്ഞിട്ടില്ല. അപ്പം ഇത് കുറച്ചുകൂടി വ്യാപകാർത്ഥമുണ്ട്, ഇത് അത്ര തന്നെ ഇല്ല. അപ്പം ഇതിനെ മുന്തിക്കുക. ഏതിനെ? പള്ളി കയറി നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞതിനെ മുന്തിക്കുക. കാരണം അതിന് ഒന്നിനെയും ഒഴിവാക്കി പറഞ്ഞില്ല, മറ്റൊരു ചിലതൊക്കെ ഒഴിവുണ്ടായി. അപ്പം രണ്ടും ആമാണെങ്കിലും ഒന്നിൻ്റെ ഉമൂമിയ്യത്ത് കുറഞ്ഞു, മറ്റേ ഉമൂമിയ്യത്ത് നിലനിൽക്കുന്നു. അപ്പോൾ അതിനേക്കാൾ മുൻതൂക്കം അതിന് കൊടുക്കാം. അതുകൊണ്ട് ആ സമയത്ത് പള്ളിയിൽ കയറിയാൽ ഓൻ തഹീത്ത് നിസ്കരിച്ചോട്ടെ എന്നാണ് പ്രബലാഭിപ്രായം. ഈ തത്വപ്രകാരം ചിലർ തിരിച്ചു പറഞ്ഞു അങ്ങനെ പറ്റൂല. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ നിസ്കരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കരുത് എന്നാണ്. മറ്റ് നിസ്കരിക്കാനുള്ള ആഹ്വാനമാണ്. ഒന്ന് പള്ളിക്കൽ നിസ്കരിക്കാൻ പറഞ്ഞു, മറ്റേ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മുന്തിക്കുക.
ഒരു വിലക്കിയതാണല്ലോ, അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ മുന്തിക്കുക. അതുകൊണ്ട് ആ സമയത്ത് ഒരു നിസ്കാരം പാടില്ല. അപ്പം അവർ പറഞ്ഞു ആ സമയത്ത് പള്ളിയിൽ കയറിയാലോ തഹിയ്യത്ത് വേണ്ട, ആ സമയത്ത് മയ്യിത്ത് നിസ്കാരം പറ്റൂല. അതുകൊണ്ട് ആ സമയത്ത് ഒരാൾക്ക് ഫർള് നഷ്ടപ്പെട്ടതും നിസ്കരിക്കാവതല്ല. അപ്പോൾ ആ സമയം കഴിയണവരെ കാത്തിക്കണം. അതാണ് നമ്മൾ രചയിതാവിൻ്റെ അഭിപ്രായം, മുസന്നിഫിൻ്റെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞത്, ഇദാ ലം യകുൻ ഫീ വഖ്തി നഹിയിൻ, നഹിയുടെ സമയത്തല്ലെങ്കിൽ. അപ്പം നഹിയുടെ സമയത്താണെങ്കിലോ അവർ ആ നഹിയുടെ സമയം കഴിയണവരെ കാത്തിരിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്നർത്ഥം. ലിഖൗലിഹി തആല വഅഖിമിസ്സലാത്ത ലിദിക്രി, തെളിവെന്താണ്, നിങ്ങൾ എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കണം എന്നല്ല പറഞ്ഞു. അപ്പോൾ ആ നിസ്കാരം നിർവഹിച്ചേ പറ്റൂ. 2 വലിമാ റവൽ ബുഖാരി മുസ്ലിം അൻ അനസിൻ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അനസ് റളിയല്ലാഹു പറയുന്നു, മൻ നസിയ സ്വലാത്തൻ, നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും നിസ്കാരം മറന്നാൽ ഫൽയുസല്ലി ഇദാ ദക്കറഹാ, ഓർമ്മയാകുമ്പോൾ അവൻ നിസ്കരിക്കട്ടെ. ലാ കഫാറത ലഹാ ഇല്ലാ ദാലിക, അതിന് അതല്ലാത്തൊരു പ്രായച്ചിത്തമില്ല. അപ്പം മറന്നുപോയാൽ എപ്പോഴാണ് ഓർമ്മയായത് അപ്പോൾ നിസ്കരിക്കട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പം ഇത്തരം ആളുകൾക്ക് ആ നിസ്കാരം വീട്ടാം. തെളിവിതാണ്. മറന്നൊരാൾ ഓർമ്മ നിസ്കരിക്കാൻ തെളിവെന്ത്? ഈ ഹദീസ്. മുസ്ലിം, ഇതേ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചപ്പോൾ അതിൽ ഇങ്ങനെ കാണാം, മൻ നസിയ സ്വലാത്തൻ, ആരെങ്കിലും നിസ്കാരം മറന്നാൽ ഔ നാമ അൻഹാ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ ഫകഫാറത്തുഹാ, അതിന്റെ പ്രായശ്ചിത്തം അൻ യുസല്ലിഹാ ഇദാ ദക്കറഹാ, ഓർമ്മയാകുമ്പോൾ നിസ്കരിക്കലാകുന്നു. അവിടെ മറവിയും പറഞ്ഞു, ഉറക്കവും പറഞ്ഞു, ഉറങ്ങിയാൽ അല്ലെങ്കിൽ മറന്നാൽ എന്ന് പറഞ്ഞു. ഇതാണ് തെളിവ്. ഇനി വയജൂസു ലഹു, അവന് അനുവദനീയമാണ് അൻ യുഅഖിറഹാ, അതിനെ പിന്തിപ്പിക്കൽ, ബഅദൽ വഖ്തി, അല്പസമയമൊക്കെ പിന്തിപ്പിക്കാം, ലിഹാജത്തിൻ, ഒരു ആവശ്യമുണ്ടെങ്കിൽ. ഓർമ്മയായി, ഞാൻ ഓർമ്മയായി ഉടനെ നിസ്കരിക്കണം, എന്നാൽ ചെറിയ ചില അനിവാര്യമായ സാഹചര്യമുണ്ട്, ഒരു 5-10 മിനിറ്റോ വൈകിപ്പിക്കേണ്ടി വന്നു, അതവന് അനുവദനീയമാകുന്ന സമയമുണ്ട്. ലിമാ റവാ മുസ്ലിമുൻ അൻ അബീ ഹുറൈറത ഖാല, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അറസ്ന മഅ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ കൂടെ ഉറങ്ങി. ഫലം നസ്തൈഖിദ് ഹത്താ ത്വലഅത്തി ശംസു, സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉണർന്നത്. എന്നിട്ട് ഉറങ്ങി, പക്ഷെ ആരും അറിഞ്ഞില്ല. നബിയും സഹാബികളും കിടന്നുറങ്ങി, എല്ലാവരും ഉറക്കത്തിൽപ്പെട്ടുപോയി. വിളിക്കാൻ നബി ഒരാളെ ഏൽപ്പിച്ചിരുന്നു, അദ്ദേഹം ഉറങ്ങിപ്പോയി. എല്ലാവരും ഉണർന്നു നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, സുബഹിയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലിയഖുദ് കുല്ലു റജുലിൻ ബിറഅസി റാഹിതിഹി ഫഇന്ന ഹാദാ മൻസിലുൻ ഹദറനാ ഫിഹി ശൈത്താൻ, എല്ലാവരും വേഗം വാഹനം എടുത്തോളി, ഈ സ്ഥലത്ത് നമുക്ക് വേഗം വിടാം, ഇത് ശൈത്താൻ ഹാജരായ സ്ഥലമാകുന്നു. ബർക്കത്തില്ല, നിസ്കാരം വരെ നഷ്ടപ്പെട്ട് ഉറങ്ങിപ്പോയല്ലോ, അവിടെ വേഗം എല്ലാവരും വണ്ടി എടുത്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഫഫഅൽനാ, ഞാൻ അങ്ങനെ ചെയ്തു. സുമ്മ ദഅ ബിൽ മാഇ, പിന്നെ നബി വെള്ളം കൊണ്ട് ആവശ്യപ്പെട്ടു. ഫതവല്ലഅ, വുളൂ ചെയ്തു. സുമ്മ സജദ സജദതൈനി, നബി ഞങ്ങൾ 2 സുജൂദ് ചെയ്തു. സുമ്മ ഉഖീമത്തി സ്വലാ ഫസല്ലൽ ഗദാത, നബി 2 റക്അത്ത് സുജൂദ് നിസ്കരിച്ചു, ഇഖാമത്ത് വിളിച്ചു, എന്നിട്ട് നബി ഞങ്ങൾ അവിടെ ഫജ്ർ നിസ്കരിച്ചു. അപ്പോൾ അവിടെ ഒരു അനിവാര്യമായ ഒരു വൈകിപ്പിക്കൽ അവിടെ ഉണ്ടായി എന്നർത്ഥം. അത്തരം ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് വൈകി എന്നൊരു പ്രശ്നമായി കാണേണ്ടതില്ല എന്നാണ് ഈ ഒരു മസ്അല. ഏതായിരുന്നാലും നിസ്കാരത്തിൻ്റെ ഗൗരവമാണ് ഇതെല്ലാം അറിയിക്കുന്നത്. നിസ്കാരം അനിവാര്യമായും ചെയ്യേണ്ടതാണ്, ഫർളാണ് എന്നും ആ സമയത്തെ തൊട്ടൊരിക്കലും പിന്തിപ്പിക്കാൻ വകുപ്പില്ല എന്നും ഏത് പ്രതികൂല സാഹചര്യത്തിലും സമയത്ത് നിർവഹിക്കുക എന്നതാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത് എന്നുമാണ് ഈ കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നത്. ഇത്രയും ഒരു നിലക്ക് നിവൃത്തിയില്ലാത്ത കേസിൽ മാത്രമാണ് ഇവിടെ വല്ല ഇളവും ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് പരമാവധി സമയത്ത് തൊട്ട് പിന്തിപ്പിക്കാതെ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. പരമാവധി സൂക്ഷ്മത പാലിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറക്കല്ലാഹു ഫീനാ ജമീഅ. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.